ഇഡിയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കേസുകളെല്ലാം ബാംഗ്ലൂരിലേക്ക്, കേരളത്തിലെ കോടതിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നടക്കുകയാണ്. ആ കേസിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് 15.5 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങിക്കുന്ന കപിൽ സിബലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും നമ്മൾ സാമ്പത്തികമായി വളരെ ഗുരുതരാവസ്ഥയിൽ നിൽക്കുമ്പോഴും കപിൽ സിബലിന് കഴിഞ്ഞ തവണ 15.5 ലക്ഷം രൂപ ഒരു ദിവസം ഹാജരായതിന് കൊടുത്തു. ഇനിയിപ്പോൾ ഇന്നും കപിൽ സിബൽ ഹാജരായിരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള 15 ലക്ഷം രൂപ 2 ദിവസത്തിനകം വീണ്ടും നമ്മുടെ ഖജനാവിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും. എന്തായാലും 10 നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ വിചാരണ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി 6 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് ഇന്നത്തെ വാദത്തിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി വീണ്ടും മാറ്റിയത്. ലാവ്ലിൻ കേസ് പോലെ ഈ കേസും ഇങ്ങനെ മാറ്റി കൊണ്ടുപോകുന്ന തന്ത്രമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കപിൽ സിബലിന്റെ 15.5 ലക്ഷം രൂപ ഒരു ദിവസം 1 മണിക്കൂർ ഹാജരാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ട്രാൻസ്ഫർ ഹർജി നിരന്തരം മാറ്റിവെക്കുക ആണെന്ന് സ്വപ്ന സുരേഷിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആർ കൃഷ്ണരാജ് സുപ്രീം കോടതിയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു പരാതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെ കോടതിയിൽ നിന്നും ചെറിയ ഒരു വിമർശനവും വന്നിട്ടുണ്ട്. എന്നാൽ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിന്റെ അസൗകര്യം കണക്കിലെടുത്ത് മറ്റൊരു ദിവസത്തേക്ക് ഹർജി പരിഗണിക്കാൻ മാറ്റണമെന്ന് ഇഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണയും അഡീഷണൽ സോളിസിറ്റർ ജനറലിന്റെ അസൗകര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി മാറ്റി വെക്കണം എന്ന് ഇഡിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നത്. അന്നും ഇന്നും ഒരുപോലെ ആവശ്യപ്പെടുമ്പോൾ അവിടെയാണ് ചില സംശയങ്ങൾ ഉയർന്നത്. കപിൽ സിബൽ ഇത്രയധികം ലക്ഷം രൂപ സിറ്റിംഗ് വാങ്ങിക്കുന്നതും ആ ഒരാളിന് വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്നും 15.5 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അത് മൊത്തം കപിൽ സിബലിലേക്ക് പോകുന്നോ അതോ മറ്റെവിടെയെങ്കിലും പോകുന്നോ എന്ന സംശയം ഉയരുന്നതും ഇവിടെയാണ്. ഇന്നും ഇതേ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഹർജിയിൽ ഇഡിക്ക് താല്പര്യം നഷ്ടപ്പെട്ടുവെന്ന ചോദ്യം സുപ്രീം കോടതി വീണ്ടും ആവർത്തിച്ചു. ട്രാൻസ്ഫർ ഹർജിയിൽ ഇഡിക്ക് താല്പര്യം നഷ്ടപ്പെട്ടുവെന്ന് ഉറപ്പായതായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ആരോപിക്കുകയും ചെയ്തു. ഇവിടെയാണ് വാദത്തിന്റെ തന്ത്രം കിടക്കുന്നത്. കപിൽ സിബൽ ഇഡിക്ക് താല്പര്യം നഷ്ടപ്പെട്ടോ എന്ന് വാദിച്ചു. സുപ്രീം കോടതി ഇഡിക്ക് താല്പര്യം നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അതിന് മറുപടി പറയാതെ അഡീഷണൽ സോളിസിറ്റർ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അന്തർധാര എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടും ഏത് സാധാരണ ബുദ്ധിയില്ലാത്തവർക്കും മനസ്സിലാകുന്നതാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബലിന് പുറമെ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും ഹാജരായി. ഹർജി ഇനി അടുത്ത വർഷമേ സുപ്രീം കോടതി പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ. ലാവ്ലിൻ കേസ് പോലെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ബാംഗ്ലൂരിൽ വിചാരണ നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും നീണ്ടു പോകുകയാണ്.